ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലാവണമെങ്കിൽ ഇപ്പം നമ്മളുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് ഈ ഒരു പ്രൊഡക്റ്റും പ്രീമിയം ബ്രാൻഡിലുള്ള സെയിം പ്രോഡക്റ്റും കൂടെ കമ്പയർ ചെയ്ത് നോക്കി, അതായത് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വർത്ത് മനസ്സിലാവും. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡുകളിലെ സെയിം ക്വാളിറ്റിയും സെയിം ഫാബ്രിക്കുമാണ് ഇതിന് വരുന്നത്. നല്ല പ്രൈസ് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒത്തിരി, അതായത് പ്രീമിയം ബ്രാൻഡ് നമ്മളൊരു 1000 റേഞ്ച് അടുത്ത് വരുന്നിടത്ത് ഇതിന് വരുമ്പോൾ 399. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈനറൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒർണേല എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പാഡഡ് ബ്രാ, അതായത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള പ്രിന്റിലും പ്ലെയിൻ കളേഴ്സിലും അവൈലബിൾ ആയിട്ടുള്ള പാഡഡ് ബ്രാള് കണ്ടു നോക്കാം. പാഡഡ് ബ്രാള് പണ്ട് ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പണ്ട് ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് തീരെ ബ്രസ്റ്റ് ഇല്ലാത്തവർക്ക് കുറച്ചുകൂടെ വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പണ്ട് കൂടുതലും പാഡഡ് ബ്രാൾ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പം ആൾക്കാർ കൂടുതലും പാഡഡ് ബ്രാൾ ഉപയോഗിക്കുന്നത്, അതായത് ഒരു ഷേപ്പ്, നമ്മൾക്ക് ഇപ്പം ടൈറ്റ് ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഡ്രസ്സുകളും അങ്ങനെയൊക്കെയല്ലേ കൂടുതൽ. അന്നേരം ഈ ഒരു ഷേപ്പ് നിലനിർത്താനും പിന്നെ ഈ നിപ്പിൾ പ്രൊജക്ഷനൊക്കെ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൂടുതലും പാഡഡ് ബ്രാകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാഡഡ് ബ്രാകൾ നേരത്തെ ബി കപ്പിൽ മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇപ്പം ബി, സി, ഡി കപ്പുകളിലൊക്കെ പാഡഡ് ബ്രാ അവൈലബിൾ ആണ്. അതിൻ്റെ പർപ്പസ് ഇതാണ്. അതായത് കുറച്ച് പേർക്ക്, ചിലർ വിചാരിക്കുന്നത് വോളിയം തോന്നിക്കാൻ മാത്രമാണ് പാഡഡ് ബ്രാ. അതുകൊണ്ട് തന്നെ പാഡഡ് ബ്രാ ഇപ്പം 3-4 വെറൈറ്റി അല്ലേ. തീരെ ലൈറ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള പാഡഡ് ബ്രാ ഉണ്ട്, ഒരു മീഡിയം പാഡിലുള്ളതുണ്ട്, ഹെവി പാഡിലുണ്ട്, പല ടൈപ്പ് പാഡിൽ പുഷപ്പ് ബ്രാകളുണ്ട്, പലതരം ടൈപ്പിലുള്ള പാഡഡ് ബ്രാകൾ അവൈലബിൾ ആണ്. ഇത് പർപ്പസ് വൈസ് ആണ് ഓരോ പാഡഡ് ബ്രായും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഷേപ്പ് നിലനിർത്താൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പാഡഡ് ബ്രാ ഒക്കെ വരുന്നത്, ഇതിപ്പോൾ പാഡഡ് ബ്രായുടെ ഉൾവശമാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് വരുന്നത്, അതായത് ഒരു മോൾഡഡ് ഷേപ്പിലാണ് പാഡഡ് ബ്രാകളൊക്കെ വരുന്നത്. മോൾഡഡ് ഷേപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പ് ഇപ്പോൾ ഇങ്ങനെ വെച്ചാലും പിന്നെ തിരിച്ചു വന്നാലും എല്ലാം ഈ ഷേപ്പ് ഇതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മളൊരു നോൺ പാഡഡ് ആയിട്ടുള്ള ടീഷർട്ട് ബ്രാ, തിന്നായിട്ടുള്ള ടീഷർട്ട് ബ്രാ ഒക്കെയാണ് ഇടുന്നതെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഷേപ്പ് അനുസരിച്ച് അത് കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെച്ച് ആവും. എന്നാൽ ഈ പാഡഡ് ബ്രാകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മോൾഡഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പ് അതേപോലെ നിൽക്കും. നമ്മളുടെ ബ്രസ്റ്റ് ഇതിനകത്തോട്ട് ഫില്ലായി നിൽക്കുകയാണ് ചെയ്യുന്നത്, അതായത് നമ്മളുടെ ബ്രസ്റ്റ് ഈ ഒരു ഷേപ്പിലോട്ട് നിൽക്കുക. അപ്പോൾ പുറമേ കാണുമ്പോഴത്തേക്കും ബ്രസ്റ്റിന് നല്ല ഷേപ്പായിട്ട് നിൽക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതൽ ആൾക്കാർ പാഡഡ് ബ്രാകൾ ഉപയോഗിക്കുന്നത്. ഈ ഒർണേല എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മൾ ഷോപ്പിലൊരു 3 വർഷമായിട്ട് വിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. റെഗുലർ കസ്റ്റമേഴ്സ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രീമിയം ക്വാളിറ്റിയും അഫോർഡബിൾ പ്രൈസുമാണ്. പ്രീമിയം ക്വാളിറ്റി പറയുമ്പോഴത്തേക്കും പോളിമേഡ് ലൈക്ര ഫാബ്രിക്കാണ്. അതായത് നമ്മൾ ഇൻ്റർനാഷണൽ ബ്രാൻഡ്, അതായത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡുകളിലെ സെയിം ക്വാളിറ്റിയും സെയിം ഫാബ്രിക്കുമാണ് ഇതിന് വരുന്നത്. നല്ല പ്രൈസ് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒത്തിരി, അതായത് പ്രീമിയം ബ്രാൻഡ് നമ്മളൊരു 1000 റേഞ്ച് അടുത്ത് വരുന്നിടത്ത് ഇതിന് വരുമ്പോൾ 399, പുതിയത് വരുന്നത് 449. എന്നാലും 1000ൻ്റെ ഹാഫിനേക്കാളും കുറവാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലാവണമെങ്കിൽ ഇപ്പം നമ്മളുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് ഈ ഒരു പ്രൊഡക്റ്റും പ്രീമിയം ബ്രാൻഡിലുള്ള സെയിം പ്രോഡക്റ്റും കൂടെ കമ്പയർ ചെയ്ത് നോക്കി, അതായത് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വർത്ത് മനസ്സിലാവും. അതായത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ സെയിം ക്വാളിറ്റിയും സെയിം ഫാബ്രിക്കുമാണ്. അപ്പോൾ പ്രൈസ് വരുമ്പോഴത്തേക്കും അതിനേക്കാളും കുറവാണ്. ഉറപ്പായിട്ട് ഇതേ പർച്ചേസ് ചെയ്തുള്ളൂ. നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ നോക്കാം. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള പോളിമേഡ് ലൈക്ര ഫാബ്രിക്കിലുള്ള പാഡഡ് ബ്രാ ആണ്. ഒത്തിരി തിന്നുമല്ല എന്നാൽ ഹെവി അല്ലാത്തൊരു പാഡാണ് ഇതിന് വരുന്നത്. ഞാൻ അടുത്ത് വെച്ച് കാണിച്ചു തരാം. പ്രീമിയം ക്വാളിറ്റിയിൽ ഇത് കണ്ടോ, ലൈക്ര ഫാബ്രിക്കാണ്, പ്രീമിയം ക്വാളിറ്റിയിലുള്ള ലൈക്ര ഫാബ്രിക്കാണ് വരുന്നത്. ഇതിൻ്റെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത്. സ്ട്രാപ്പ് റിമൂവബിൾ ആയെന്ന് പറഞ്ഞത് ഇതാണ്. ഇത് നമുക്ക് ഊരി മാറ്റിയിട്ട് ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പ് യൂസ് ചെയ്യും. ഇനി ഇതിൻ്റെ പാഡിൻ്റെ പ്രത്യേകത, ഇതാണ് ഉൾവശം വരുന്നത്. ഇങ്ങനെയാണ് ഈ തിന്നായിട്ടുള്ള പാഡാണ് വരുന്നത്. ഉൾവശത്ത് വരുന്നതിന് ഈ ഒരു പാഡെന്ന് പറയുമ്പോഴത്തേക്കും ബ്രീത്തബിൾ ആയിട്ടുള്ള പാഡാണ്. അതായത് നമുക്ക് കുറച്ച് നേരം കൂടുതൽ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരത്തില്ല. അതായത് സ്വെറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ബ്രീത്തബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കിലുള്ള പാഡാണ്. ഇതിൻ്റെ ബാക്കി പ്രത്യേകത എന്ന് വെച്ചാൽ സ്ട്രാപ്പ് നമുക്ക് റിമൂവബിൾ ആണ്. സ്ട്രാപ്പ്, അതായത് ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്നില്ല. സ്ട്രാപ്പ് റിമൂവ് ചെയ്ത് മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് വരുമ്പോഴത്തേക്കും റെഗുലർ ആയിട്ടുള്ള പിങ്ക് പോർഷനാണ് വരുന്നത്. ബാക്കിൽ വരുന്നത് ഈ ഒരു ചെറിയൊരു കേർവി ആയിട്ടുള്ള ബാക്കാണ് വരുന്നത്. എന്നാൽ സ്ട്രെയിറ്റ് കട്ടല്ല, എന്നാൽ ചെറിയൊരു കേർവിനെസ് ഉണ്ട്. ബാക്ക് നോർമൽ 2 ഹുക്കാണ് വരുന്നത്.
നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രിൻ്റഡിലും പ്ലെയിനിലും അവൈലബിൾ ആണ്. പ്രിൻ്റഡിൽ വരുമ്പോഴത്തേക്കും പല ടൈപ്പ് പ്രിൻ്റ് ഉണ്ട്. ഇതൊരു പ്രിൻ്റാണ് വരുന്നത്. വേറെ പ്രിൻ്റുകൾ വരുന്നത് ചില പ്രിൻ്റുകൾ ഒരു ലേസ് ഫിനിഷിൽ വരുന്നുണ്ട്. ഇത് അങ്ങനത്തെ ഒരു പ്രിൻ്റാണ്. ഇത് ലേസ് ഫിനിഷിലുള്ളൊരു പ്രിൻ്റ് ഇതാണ്. അടുത്ത പ്രിൻ്റ് വരുമ്പോൾ ഈ ഒരു കളറിലാണ്. ചെറിയ നേവി ബ്ലൂ കളറാണ്, ബ്ലാക്ക് അല്ല. അടുത്ത ലേസ് ഫിനിഷിലുള്ള അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇതൊരു പീച്ച് കളറിലുള്ള പ്രിൻ്റാണ് വരുന്നത്. ഇതിൻ്റെ അകം വരുന്നത് സെയിം കളേഴ്സിൽ തന്നെയാണ്. ഒരു ഗ്രീനും വൈറ്റും കൂടെ ചേർന്നൊരു പ്രിൻ്റാണ്. ഇത് വരുമ്പോഴത്തേക്കും ബ്ലൂവും വൈറ്റും കൂടെ ചേർന്നൊരു പ്രിൻ്റാണ്. ഇതൊരു മിലാഞ്ചെ ടൈപ്പിലുള്ള പ്രിൻ്റാണ് വരുന്നത്. ഇത് ലേസിൽ തന്നെ ലേസ് ഫിനിഷുള്ള ഒരു പ്രിൻ്റാണ് ഇത് വരുന്നത്. ഇത് പിങ്ക് കളർ വരും. അതേപോലെ തന്നെ അതിൻ്റെ പീച്ച് കളറും ഉണ്ട്. ഇതാണ് പീച്ച് കളറിൽ വരുന്നത്. ഈ പ്ലെയിൻ കളേഴ്സിൽ വരുന്നത് ഈ റെഡാണ്. അതേപോലെ ഒരു ഒലീവ് ഗ്രീൻ ഉണ്ട് പ്ലെയിൻ കളറിൽ. വേറെയും പ്രിൻ്റുകളും പ്ലെയിൻ കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സ്റ്റോക്ക് എല്ലാം കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ ചില സൈസുകൾ സ്റ്റോക്ക് ഔട്ടാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രിൻ്റുകളും ഇവിടെ കാണിക്കാത്തത്. ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 32 മുതൽ 40 വരെയാണ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും 399 നമ്മളുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്. അത് അങ്ങനെ പറയാൻ കാരണം ജനുവരി മുതൽ ഇതിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവുന്നുണ്ട്. അത് 449 ആകുന്നുണ്ടെന്ന് കമ്പനിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം നമ്മളുടെ ഷോപ്പുകളിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ എല്ലാം പ്രൈസ്, അതായത് ഈ 399 നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസും അത് തന്നെയായിരിക്കും. ഇനി നമ്മൾ ജനുവരിയിൽ പർച്ചേസ് ചെയ്ത് വരുന്ന പ്രൊഡക്റ്റിനാണ് 449 രൂപ.